ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് യാത്ര തിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നാണ് യാത്ര ചെയ്യണത്. മൂന്നാർ വട്ടവടയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താ ഫാമിലി ട്രിപ്പാണ്. ഇപ്പോൾ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വടക്കുംനാഥൻ്റെ മുമ്പിൽ കഴിഞ്ഞു. ഇപ്പോൾ ഇതേ മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പോണ വഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറി മസാല ദോശയൊക്കെ കഴിച്ച് കുട്ടികളും ഫാമിലിയും എല്ലാവരും സന്തോഷത്തോടു കൂടി വീണ്ടും ഇറങ്ങി. ഇപ്പോൾ നമ്മൾ അങ്കമാലിയൊക്കെ കഴിഞ്ഞു. കോതമംഗലം കഴിഞ്ഞു. ഇപ്പോൾ ദേ ചെറുതായിട്ട് കയറ്റം കയറി തുടങ്ങുകയാണ്. ഹൈ റേഞ്ച് കയറി തുടങ്ങുകയാണ്. വല്ലാണ്ട് സ്പീഡൊന്നുമില്ല, വളരെ സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പച്ചപ്പും പ്രകൃതി രമണീയതയൊക്കെ കണ്ട് നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് എല്ലാവരും കുട്ടികളും ഫാമിലിയും എല്ലാവരും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ സൈഡിലൊക്കെ കോടയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ രസമാണ് കാണാൻ, സ്ഥലങ്ങൾ കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ല രസമാണ്. റോഡും വലിയ കുഴപ്പമില്ല. ചെറുതായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ കൺജസ്റ്റഡ് പോലെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യാത്ര കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, മൂന്നാറിൻ്റെ കവാടം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നേര്യമംഗലം പാലം എത്തിയിട്ടുണ്ട്. താഴെ പെരിയാർ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഹൈ റേഞ്ചിലേക്ക് കടക്കുകയാണ്. കയറ്റം കയറി തുടങ്ങും. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പൊതുവേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയ് മാസത്തിലാണ്. ഏപ്രിൽ മാസം മുതൽ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാരണം കൊണ്ട് നമുക്ക് മഴയൊക്കെ ചെറുതായിട്ട് കിട്ടിയ കാരണം കൊണ്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല വേനൽ ചൂടിൻ്റെ ആ പ്രശ്നമില്ല. ചാറ്റൽ മഴയും ഇടയ്ക്കുള്ള മഴകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് കാണാൻ വളരെ രസമായിരുന്നു. അത്യാവശ്യം ടൂറിസ്റ്റുകൾ വണ്ടികളും ഇഷ്ടം പോലെ വരുന്നുണ്ട്. കുട്ടികൾക്കും ഫാമിലിക്കും നല്ല ഇഷ്ടമായി സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ. തന്നെയല്ല, നമ്മൾ വല്ലാണ്ട് സ്പീഡൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെയോ മലഞ്ചുരുക്ക് പോലത്തെയോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. വളരെ രസമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി. ഈ പറഞ്ഞ പോലെ വെള്ളം കുറവായതുകൊണ്ട് നമുക്കവിടെ ആ വെള്ളച്ചാട്ടത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ വണ്ടി എടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കോട കൂടി വന്നു തുടങ്ങി. കോടയുടെ ഭംഗി വന്നു തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ അടുത്തൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലം കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തി. അവിടെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ടു. കുട്ടികളും ആൾക്കാരൊക്കെ കൂടി ടീ ഷോപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം, സ്വീറ്റ്സ് വാങ്ങിക്കാം. നമ്മൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ പതുക്കെ യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ അവിടെ ഭയങ്കര സീനറിയാണ്. സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ പോയി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് നല്ല കോട കണ്ട സ്ഥലം അതായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് നമുക്ക് എന്താ പറയുക, വല്ലാണ്ട് തണുപ്പ് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കോടമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യ കോടമഞ്ഞായിരുന്നു. നമുക്ക് കുറച്ച് അകലെയുള്ള ഒരു 100 മീറ്റർ അകലെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കട്ട കോടമഞ്ഞ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ വണ്ടികളുടേതായ ട്രാഫിക് കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നമ്മൾ പോണ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീര സീനറികളാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ടീ പ്ലാന്റേഷൻ തുടങ്ങി. അതൊരു ഗംഭീര കാഴ്ചയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് എന്താ പറയുക, ഇടുക്കിയിലത്തെ ടീ പ്ലാന്റേഷൻ്റെ ആ ഭംഗിയൊന്നും വേറെ എവിടെയും നമുക്ക് കാണാൻ കിട്ടില്ല. വണ്ടികൾ സൈഡുകളിൽ നിർത്തിയിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കണു, എൻജോയ് ചെയ്യണു. ഫാമിലികൾ ഇഷ്ടം പോലെ. നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലം തന്നെ പറയാം. എത്ര ദിവസം നിന്നാലും നമുക്ക് കണ്ടു കഴിയാത്ത അത്ര സ്ഥലങ്ങൾ ശരിക്കും മൂന്നാറുണ്ട്. മൂന്നാർ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വട്ടവടയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ കാര്യമായിട്ട് എല്ലാവിടെയും നിർത്തണില്ല. നേരെ നമുക്ക് നമ്മൾ നേരെ പോകാനും ഒരു കാരണമുണ്ട്. വട്ടവടയിലേക്ക് നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ അവർ കടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി പോണ വഴിക്ക് മൂന്നാർ കടന്നിട്ട് വേണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മൂന്നാർ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഒരു എൻട്രൻസ് ഫീസൊക്കെ എടുത്തിട്ട്
നല്ല രസമായിട്ടുള്ള ചെടികളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഊഞ്ഞാലുകളുണ്ട്, കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് വലിയവർക്കായാലും നല്ല രസമായിട്ട് തണുപ്പ് തുടങ്ങി അവിടെ എത്തിയപ്പോഴേക്കും. അത്യാവശ്യം തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമായിട്ട് ഇപ്പോൾ നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 1 2 മണിക്കൂർ എൻജോയ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെയുണ്ട് നമുക്ക്. നല്ല രസമാണ്. ചെറിയവർക്കും വലിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാവുന്ന. കുട്ടികളവിടെ ഓട്ടം ചാട്ടവും റീൽസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നമ്മൾ യാത്ര തിരിച്ചു. മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും അവിടുന്ന് നമ്മൾ യാത്ര തുടർന്നു. മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് 50 കിലോമീറ്റർ യാത്ര ചെയ്യണം ഈ വട്ടവട ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഗംഭീര ഇതാണ്. നമ്മൾ അവിടുന്ന് പിന്നെ ഇപ്പോൾ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഇപ്പം നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ പോണ വഴിക്ക് പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. പക്ഷേ നമുക്കവിടെ നിർത്താൻ സാധിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ട്രാഫിക്കായിരുന്നു. വണ്ടി നിർത്താനും നമുക്കൊരു സ്ഥലം ഇല്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വണ്ടി ട്രാഫിക്കിൽ പെട്ടിട്ടൊക്കെയാണ് എടുത്തു പോകാൻ പറ്റിയത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ 2 3 4 മണിക്കൂറും അതിൽ മേലെയൊക്കെ നമ്മൾ ട്രാഫിക്കിൽ കിടക്കേണ്ടി വരാറുണ്ട് ചിലപ്പോൾ എന്നുള്ളത്. അതാണ് നമുക്ക് മൂന്നാറിനെ സംബന്ധിച്ചിട്ട് വരുന്നൊരു ഡീഫോൾട്ട് എന്ന് പറയണത്. നമുക്ക് ട്രാഫിക് ജാം വരുന്നത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് മാട്ടുപ്പെട്ടി ഡാം എത്തി. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവോയർ ഭാഗത്ത് ചെന്നിട്ട് ഇറങ്ങി. അവിടെ കുട്ടികളും എല്ലാവരും പോയി നമ്മൾ കുറേ ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പിന്നീട് അവിടുന്ന് വീണ്ടും യാത്ര തുടർന്ന് ഇപ്പോൾ നമ്മൾ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവിടെ ചെക്കിൻ കഴിഞ്ഞ് നമ്മൾ വട്ടവടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വട്ടവടയിലേക്ക് അവിടേക്ക് കടക്കും തോറും നമ്മുടെ തണുപ്പ് വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. എക്സ്ട്രീം ലെവലിലേക്ക് മാറുക. അതുവരെ നമ്മൾ മൂന്നാർ ഉണ്ടായിരുന്ന തണുപ്പല്ല നമ്മൾ വട്ടവട റീജിയനിലേക്ക് കടക്കുമ്പോൾ ഉള്ളത്. അതൊരു ഹൈ സെറ്റപ്പാണ്. നമുക്ക് ഒരു വേറെ ഫീലാണ്. നമ്മളത് മൂന്നാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടൗൺ ഫീലാണെന്നുണ്ടെങ്കിൽ വട്ടവടയിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ വട്ടവടയിലേക്ക് തിരിയുമ്പോൾ അവിടെയുള്ള പൈൻ ഫോറസ്റ്റ് പോലത്തെ സംഭവങ്ങളും ഒരു ഇരുട്ട് പിടിച്ച കാടും വേറൊരു ഫീലാണ്. നമുക്ക് പോണ വഴിക്ക് അവിടെ കാട്ടുപോത്ത് അവിടെ മേയണതൊക്കെ കാണാൻ പറ്റി. പിന്നെ വേറെ മൃഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒരുപാട് മൃഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ രാത്രിയിൽ സഞ്ചാരം അനുവദിക്കാത്തത്. പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ ചെന്ന് നമ്മൾ രാത്രി ഒരു ഹോം സ്റ്റേ എടുത്തു. ഹോം സ്റ്റേയിൽ നമ്മൾ അവിടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2500 രൂപയാണ് നമുക്ക് വരുന്നത്. അത് സീസൺ അനുസരിച്ചിട്ട് റേറ്റിൽ മാറ്റങ്ങളും വരും. നമ്മൾ രാത്രിയൊക്കെ ആയപ്പോഴേക്കും തണുപ്പ് നമുക്ക് അസാധ്യമായി. പിന്നെ മഴയുടെ പ്രശ്നം പറഞ്ഞല്ലോ, മഴയുണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത്. അപ്പോൾ അവിടെ പിറ്റേ ദിവസം സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരാളെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹോം സ്റ്റേയുടെ ആൾ വലിയ ഒരു 4 വീല് ഡ്രൈവിൻ്റെ ഒരു ജീപ്പ്, പഴയ മോഡൽ ജീപ്പിലാണ് നമ്മൾ പിന്നെ പിറ്റേ ദിവസം യാത്രയ്ക്ക് പോണത്. അത് ഡ്രൈവറുടെ അസാധ്യമായിട്ടുള്ള ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ച് കൊടുക്കാണ്ട് പറ്റില്ല. കാരണം നമുക്ക് സാധാരണ ജീപ്പുകൾക്കോ വണ്ടികൾക്കോ പോകാൻ പറ്റാത്ത വഴികളിൽ കൂടിയാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ യാത്ര ചെയ്തു തുടങ്ങുന്നത്. ഉച്ചയാകുമ്പോഴേക്കും സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മഴ വരുന്നത് കൊണ്ട് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്താണ് ഈ സ്ഥലങ്ങൾ പെട്ടെന്ന് കണ്ടു കഴിയുന്നത്. നിങ്ങൾ കുഴപ്പമില്ലാത്ത സമയത്താണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി വരയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ 2 ദിവസം 3 ദിവസവും നിന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പെട്ടെന്നുള്ളൊരു ട്രിപ്പായതുകൊണ്ടും വല്ലാണ്ടുള്ള പ്ലാനിങ്ങും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകണ വഴിക്ക് ഇപ്പോൾ അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്ന് നമ്മൾ ആദ്യം ചെന്നത് കുഞ്ചാക്കോ ബോബൻ ജോജു ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന നായാട്ട് സിനിമയുടെ ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നു. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് അകലെ നിന്നിട്ടാണ്. അവിടേക്ക് നടന്നു പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് കണ്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ കുത്തി കുലുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് ചെരിഞ്ഞ് ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കണ സീനൊക്കെ വളരെ രസമാണ്. പിന്നെ കുറേ മരത്തിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചീന്തിയിട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക അനുഭവങ്ങളാണ്. പിന്നീട് ഞങ്ങളൊരു സ്ഥലത്ത് നല്ലൊരു സൈറ്റ് സീയിങ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞു തന്നു അതിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാടാണ്, പട്ടണങ്ങളും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അവിടെ നിർത്തി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഗംഭീര സ്ഥലമായിരുന്നു. നല്ല മലകളുടെ ചെരിവുകളും കോടമഞ്ഞിൻ്റേതായ ഇതുകളും സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രസമായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ടൊരു ജീപ്പിനും പിന്നെ ഒരു ഇത്തിരി സ്ഥലം ഉണ്ടാവുള്ളൂ നമുക്ക് വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള
സിലന്തിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഫുള്ള് പച്ചപ്പാണ്. എന്ന് വെച്ചാൽ പക്ക എന്താ പറയുക, നമ്മുടെ നിഗൂഢമായ വനം എന്നൊക്കെ പറയണ പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ നടന്നു പോണ വഴിയിൽ നിറയെ ചെളിയാണ്. നമ്മൾ സൂക്ഷിച്ച് നടക്കണം. പൈൻ ഫോറസ്റ്റ് പോലത്തെ സംഭവങ്ങളുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മളങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കയറ്റം കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പ്രാചീനമായിട്ടുള്ളൊരു ഗുഹയിലേക്ക് എത്താൻ പറ്റും. ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തിരുവല്ലാമലയിൽ പുനർജനിയൊക്കെ നുഴാനൊക്കെ പോണ പോലത്തെ ഒരു പ്രത്യേക സ്ഥലം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മോളും പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് അങ്ങോട്ട് നടന്നു പോയത്. ബാക്കിയുള്ളവരൊന്നും വന്നില്ല, കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു വെള്ളം ചെറുതായിട്ട് കടന്നു പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മടി കാരണം അവരൊക്കെ അവിടെ നിന്നു. ഞങ്ങളിങ്ങനെ അവിടെ ചെന്നപ്പോൾ വലിയ വലിയ മരങ്ങൾ, പാറക്കെട്ടുകൾ, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കും തോറും നമുക്ക് ശ്വാസം കിട്ടാൻ തരം ബുദ്ധിമുട്ടൊക്കെ തോന്നും ചെറുതായിട്ട്. എന്നാലും കുഴപ്പമില്ല, രസമാണ്. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും പോണവരെല്ലാവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ഫ്ലാഷൊക്കെ ടോർച്ചൊക്കെ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മുകളിലേക്ക് കടക്കാനുള്ള വഴിയുണ്ട്. ഞങ്ങളൊരു പകുതി മുക്കാൽ ഭാഗവും നടന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴയുടെ സമയവും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇങ്ങനെ പതുക്കെ പതുക്കെ വെള്ളം ഒറ്റി വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ വഴുക്കലുണ്ട്. ഒരു ഒരു രസമാണ്. നമുക്ക് വേറെ അനുഭവമാണ് ശരിക്കും അവിടെയൊക്കെ പോയി കാണുന്നതും കാര്യങ്ങളൊക്കെ. സാധാരണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നമുക്ക് വേറൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. രസകരമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്നാലും പ്രകൃതി ഭംഗികളും കാടുകളും അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേറൊരു അനുഭവം തന്നെയാണത്. അത് പറഞ്ഞറിയിക്കാണ്ട് പറ്റില്ല. അത്രയും രസമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ സിലന്തിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പതുക്കെ തിരിച്ച് നടന്ന് വരുന്ന വഴിക്ക് ചെറിയ അരുവികളൊക്കെ ഒഴുകി വരുന്നുണ്ട്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫടികം പോലത്തെ വെള്ളമാണ്. നമുക്ക് നല്ല തണുപ്പും, കാലാവസ്ഥ മൊത്തത്തിൽ തണുപ്പാണ്. നമ്മൾ മൂന്നാറുള്ള പോലത്തെ അല്ല. മൂന്നാറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് ശരിക്ക്. മൂന്നാർ കാലാവസ്ഥയും നമ്മുടെ വട്ടവട കാലാവസ്ഥയും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. തണുപ്പ് എക്സ്ട്രീം ലെവലാണ് ശരിക്കും ഇവിടെ. നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. തണുപ്പും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും വട്ടവട വന്നിട്ട് ഒരു ദിവസം എങ്കിലും നമ്മളവിടെ സ്റ്റേ ചെയ്യണം. പോരുന്ന വഴിക്ക് വലിയ പൈൻ മരങ്ങളൊക്കെ ഓരോന്ന് ഒടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. മൂടോടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. ചിലതിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പതുക്കെ തിരിച്ച് പോന്നിട്ട് ഒരു ടോപ്പ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, അതായത് അത്യാവശ്യം നല്ല ഹൈ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വന്ന് നമ്മൾ വണ്ടി നിർത്തി. സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വട്ടവട ചെന്നിട്ട് ഏറ്റവും നല്ല സീനറി കണ്ടത് ഈ സ്ഥലത്താണ്. എന്നുവെച്ചാൽ ഫുൾ കോടയാണ്. കോട ഒഴിഞ്ഞിട്ടുള്ള ഭാഗം കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കോട വരലും പോലൊക്കെ ആയിട്ട് നിൽക്കും. അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് വീണ്ടും ഒരു വെള്ളച്ചാട്ടത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വെള്ളച്ചാട്ടത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്ക് നല്ല രസമാണ്. അവരെ കുതിരകളെയൊക്കെ കാണാൻ പറ്റും. എന്നാൽ അവർക്കൊരു ഉടമസ്ഥരുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ തിരിച്ച് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് കുറച്ച് ഒരു ഇടവഴി പോലെ അങ്ങനെ നടന്നു പോകണം. പക്ഷേ നടന്ന് അവിടെ ചെന്ന് കാണുന്നത് വലിയൊരു ലോകമാണ്. എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മഴയില്ലാത്തൊരു സീസണായിട്ട് പോലും നമുക്കവിടെ നല്ല ഹൈറ്റിൽ നിന്ന് 2 സ്റ്റെപ്പായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരിക. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു പ്രകൃതിദത്തമായിട്ടുള്ളൊരു ശബ്ദം നല്ല രസമാണ്. നമുക്ക് അവിടെ എത്ര നേരം ചിലവഴിച്ചൊന്നും പറയാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് കണ്ടിട്ട് പോരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടുണ്ടാവും. 1-1.5 മണിക്കൂറൊക്കെ അവിടെ ചിലവഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടികളും ഫ്രണ്ട്, അവൻ്റെ വൈഫ്, 2 ആൺകുട്ടികളുണ്ട്, എൻ്റെ മോളുണ്ട്, ഫ്രണ്ടുണ്ട്, ആളുടെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെല്ലാവരും കൂടി അവിടെ റീൽസ് എടുക്കൽ, ഫോട്ടോ എടുക്കൽ, ഫാമിലീസ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടേനെയൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം കാടാണല്ലോ, പൊതുവേ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ രാത്രി ചെന്ന് ഫാമിലി അവിടെ റൂം എടുത്ത് താമസിക്കുമ്പോൾ തന്നെ വൈഫിൻ്റെ കാലുമ്മേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിൽ ചെന്നപ്പോൾ അവിടെ അട്ടയുണ്ടായിരുന്നു. പിന്നെ അതിനെ എടുത്ത് കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തണുപ്പായിരുന്നു. രാത്രിയൊക്കെ നല്ല എക്സ്ട്രീം തണുപ്പായിരുന്നു. നമുക്ക് പുതപ്പിട്ടിട്ടും തണുപ്പ് മാറുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. അത്രയും തണുപ്പും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ അവിടെ തന്നെ അവർ ഇങ്ങനെ ഒരു ഏറുമാടം പോലെയൊക്കെ കെട്ടി, ഏറുമാടമല്ല, ഒരു സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടൊരു സ്റ്റേജ് പോലെ കെട്ടിയിട്ടുണ്ട്. അതുമ്പോൾ കയറി നിന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ലോങ്ങിലേക്കുള്ള വ്യൂ കിട്ടും. എന്താ പറയുക, നമുക്ക് ആ ഒരു കാടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഭംഗി ഭയങ്കര. അവിടെ നിന്ന് തിരിച്ച് പിന്നെ നേരെ വരുന്നത് നമ്മൾ സ്ട്രോബെറി ഫാമിലേക്കാണ്. സ്ട്രോബെറി ഫാം ഒരു ഹൈലൈറ്റ് തന്നെയാണ്. കാരണം അത്രയും ആൾട്ടിറ്റ്യൂഡിലല്ലേ സംഭവം ഉണ്ടാവും.
സ്ട്രോബെറിയുടെ ജാമും ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ തിരിച്ച് പോരുകയാണ് പിന്നെ പെട്ടെന്ന്. രാത്രിയും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങട് പോന്നു. പിന്നെ വരുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ചിന്നാറ് വഴിക്കാണ് തിരിച്ചു പോകുന്നത്. തമിഴ്നാട് വഴി പൊള്ളാച്ചി വഴി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റി.